ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചിട്ട് അതീവ ഗൗരവമായ ആ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാൻ അല്ല പറയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, ഈ വെള്ളം ഇറക്കിയതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ? അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ മലക്കുകൾക്കോ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ? നിങ്ങളാണോ? ഒരു ചോദ്യമാണ്. നിങ്ങളാണോ ആ പാനജലം ഇറക്കുന്നത്, അതല്ല നാം ആണോ? എന്നിട്ട് അല്ലാഹു പറയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? ആണ് ചോദ്യം. ആയത്ത് അവസാനിക്കുന്നത് ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഒന്നുകൊണ്ട് എല്ലാവരും ഇവിടെയുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ ആലോചിച്ച് നോക്കിയേ. നിങ്ങളാണോ ആ പാനം ചെയ്യുന്ന ജലമിറക്കുന്നത്, അതല്ല നാം ആണോ? എന്നിട്ട് പറയണത് ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പാനം ചെയ്യുന്ന ആ ജലത്തെ ഉപ്പുജലമാക്കി മാറ്റുമായിരുന്നു. എന്താണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അഥവാ അള്ളാഹുവിനോട് അത്യപാരമായി നന്ദി കാണിക്കാൻ മാത്രം ഈ ഒരൊറ്റ ഘടകം നിങ്ങൾക്ക് പര്യാപ്തമല്ലേ എന്ന ചോദ്യമാണ്. നമുക്കറിയാം, സപ്തസാഗരം നമ്മൾ പറയും ഒറ്റ കടലേ ലോകത്തുള്ളൂ. ഭൂഖണ്ഡങ്ങളെ നമ്മൾ വിഭജിച്ചെടുക്കുന്ന സമയത്ത് സപ്തസാഗരം, 7 സാഗരങ്ങൾ പല പേരിലും നമ്മൾ അറിയപ്പെടുന്നു. ഈ സാഗരങ്ങളിൽ നിന്ന്, കടലുകളിൽ നിന്ന് ഉപ്പുജലം, കടൽ ജലം എന്ന് പറഞ്ഞാൽ ഉപ്പുജലമാണ്, ആ ഉപ്പുജലത്തെ ഫിൽട്ടർ ചെയ്ത് ആ ഉപ്പുജലത്തെ കടലിൽ അവശേഷിപ്പിച്ച് ശുദ്ധമായ ഒരു പ്രക്രിയ, നീരാവി എന്ന് നമ്മൾ പറയണേ, അതിൽ ഉപ്പുജലമില്ല. ആ ഉപ്പുജലം എന്ന് പറയുന്ന ആ ജലത്തെ, കടലിലെ വെള്ളത്തെ, ഉപ്പിനെ കടലിൽ തന്നെ നിക്ഷേപിച്ച് അതിനെ ആ കൊണ്ടുവന്ന് കാർമേഘങ്ങളെ ഘനീഭവിപ്പിച്ച് അത് ഓരോ ദിക്കിലും മാ അംബിക്കദർ, അല്ലേ, 23-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. മാ അംബിക്കദർ, ഒരു കണക്കനുസരിച്ച് കേട്ടോ. മഴ പെയ്യുന്നത് ഒരു കൃത്യമായ കണക്കനുസരിച്ചാണ്. അള്ളാഹുവിനറിയാം എത്ര ഗ്യാലൻ വെള്ളം, പിന്നെ അത് നിക്ഷേപിക്കുന്നതും വെക്കുന്നതും സൂക്ഷിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതും ഒക്കെ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ട് ഭൂമുഖത്ത് പല ആപത്തും വന്നു. ബിമാ കസബത് ഐദിൻ നാസ്, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് എന്നുള്ള പറയും. വിശുദ്ധ ഖുർആനിൽ ഈ വാചകം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം നമ്മെ അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് പലതുമുണ്ട്. പക്ഷേ അള്ളാഹു ഒരു കണക്കനുസരിച്ച് മഴ പെയ്യിപ്പിക്കുന്നു. ഈ ഉപ്പുജലത്തെ നീരാവിയായി കൊണ്ടുപോകുന്നു. അതാ അല്ലാഹു ചോദിക്കുന്നത്, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഉപ്പുജലം അങ്ങനെ തന്നെ നീരാവിയായി പെയ്യുന്നതൊക്കെയും ഉപ്പുജലമാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? അല്ലെ, ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത് ഒരു വലിയ നിയമത്തായി അതിനെക്കുറിച്ച് ആലോചിക്കാനാ പറയുന്നത്. ഈ വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാനാ പറയുന്നത്. മാത്രമല്ല, പ്രപഞ്ചനാഥൻ ഭൂമുഖത്തിന്റെ തുടക്കത്തെ സംബന്ധിച്ച് പറയുമ്പോ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 30-ാമത്തെ വചനത്ത് പറയുന്നത് എന്താണ്? വജഅൽനാ മിനൽ മായി കുല്ല ശൈഇൻ ഹൈ. എന്നൊരു ചോദ്യമാണ്. അഫലാ യുഅ്മിനൂൻ, എല്ലാ യുക്തിവാദികളോടും, എല്ലാ ഫ്രീ തിങ്കേഴ്സിനോടും, എല്ലാ പ്രപഞ്ചനാഥനെ നിഷേധിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സയൻസ് ആണല്ലോ വളരെ പ്രധാനം. അവിടെ അല്ലാഹു പറയണെന്നറിയോ, എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. മോഡേൺ സയൻസിന് ഒരിക്കലും നിഷേധിക്കാനാവാത്ത സത്യം. ജീവജാലങ്ങളുടെ ഉത്ഭവത്തിന് സാധാരണ ചൊവ്വയില് ജീവനുണ്ടോ? ഒരുപാട് പഠനം. ചൊവ്വയില് ജീവനുണ്ടോന്നല്ല ആദ്യം പരിശോധിക്കേണ്ടത്, ചൊവ്വയില് വെള്ളമുണ്ടോന്നാണ്. വെള്ളമുണ്ടെങ്കിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അല്ലാതെ ജീവന്റെ സാന്നിധ്യം ആദ്യം പഠിക്കല്ല. അവിടെ ജീവി ഉണ്ടോന്നല്ല, അവിടെ വെള്ളം ഉണ്ടോന്ന് പഠിക്കുക. വെള്ളമുണ്ടെങ്കിൽ ജീവന്റെ തുടിപ്പും അവിടെ ഉണ്ടാകും. അതാണ് വജഅൽനാ മിനൽ മായി കുല്ല ശൈഇൻ ഹൈ. എന്നിട്ട് അന്നൊരു വല്ലാത്ത ചോദ്യം, അഫലാ യുഅ്മിനൂൻ. ഈ മഹാസത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശാസ്ത്രകാരനല്ല, ആസ്ട്രോണമി പഠിച്ചിട്ടുള്ള ഒരാളല്ല, സൂര്യന്റെ, നക്ഷത്രങ്ങളുടെ, ചന്ദ്രന്റെ ഇതിനെപ്പറ്റിയൊന്നും അറിയുന്ന ആളല്ല, കാർമേഘത്തെക്കുറിച്ചോ മേഘസ്ഫോടനത്തെക്കുറിച്ചോ ഒന്നും അറിയുന്ന ആളല്ല അള്ളാഹുവിന്റെ റസൂൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തന്നിടത്ത് വജഅൽനാ മിനൽ മായി കുല്ല ശൈഇൻ ഹൈ, എല്ലാ ജീവവർഗത്തിന്റെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോ, നിങ്ങളെ സയൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ വെള്ളത്തിൽ നിന്ന് തുടങ്ങുക. അവിടെ നിന്ന് അങ്ങനെ കുരങ്ങിലേക്കുള്ള ഒരു വൃത്തം വരയ്ക്കുന്നുണ്ടല്ലോ.
ഭൗതികവാദികൾ ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ വെച്ചിട്ട് വരയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ട് മുമ്പ് അന്ധകാര നിബിഡമായ ഒരു ലോകത്ത്, വിശുദ്ധ ഖുർആനിന്റെ വചനമാണ് 21-ാം അധ്യായം 30-ാമത്തെ ഒരു ചോദ്യമാണ്, അഫനായുക്മിനൂൻ, ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ടില്ലേ, നിങ്ങൾ വിശ്വസിക്കണില്ലേ? ഇത്രയും കറക്റ്റായ അള്ളാഹ് നിങ്ങളോട് ഈ ഗ്രന്ഥത്തിലൂടെ സംസാരിച്ചിട്ടും മുഹമ്മദ് നബി അള്ളാന്റെ ദൂതനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാണ് അതിന്റെ വേറൊരർത്ഥം. ഈ ഖുർആൻ ദൈവികമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഈ ഗ്രന്ഥം ഇറക്കിയത് സർവ്വലോക പരിപാലകനായ റബ്ബാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാ ചോദിക്കുക. ഞാൻ പഠിക്കുന്ന കുട്ടികളോടൊക്കെയാ പറയുന്നത്, മക്കളെ നിങ്ങൾ പഠിക്കണം. ഈ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. പ്രവാചക തിരുമേനിക്ക് വിശപ്പുണ്ട്, അബൂബക്കർ സിദ്ദീഖിന് വിശപ്പുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബിന് വിശപ്പുണ്ട്. 3 ആളുകളും രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്, പട്ടിണിയാണ്, വിശപ്പാണ്, ഉറക്കം വരുന്നില്ല. 3 ആൾ എഴുന്നേറ്റ് 3 ആൾ കണ്ടുമുട്ടുന്നുണ്ട്. ചുരുക്കി പറയാൻ 3 ആളും കണ്ടുമുട്ടുന്നുണ്ട്. 3 ആളെയും അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെ കിണർ നല്ലൊരു കിണറാണ്, അതിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല കുളിരുള്ള തണുപ്പുള്ള നല്ല തെളിച്ചമുള്ള വെള്ളം കൊടുക്കുകയാണ് ഈ 3 ആളുകൾക്ക്, ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാരായ 3 ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഔലിയാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അവർക്ക് ഈ വെള്ളം കൊടുത്തിട്ട് അത് തൊണ്ടയിൽ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കുളിരും നനവുമില്ലേ, ദാഹം തീരുമ്പോ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതാണല്ലോ സർവസ്തുതിയും. അല്ലാഹുവേ പാനം ചെയ്ത അൽഹംദുലില്ലാ, ഞങ്ങളെ ഭക്ഷിപ്പിച്ച ഞങ്ങളെ കുടിപ്പിച്ച റബ്ബേ, അതാണല്ലോ നമ്മൾ പറയുന്നത്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, സത്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊക്കെ കുടിക്കില്ലേ? ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നില്ലേ? നമ്മൾ ഹോട്ടലൊക്കെ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒരു കൂൾബാറിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഇത്തിരി തണുപ്പുണ്ടായ തിരക്കടില്ല. എന്താ? ആ തണുപ്പ് അനുഭവിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമാണ്. അതുകൊണ്ട് വേറെ ദോഷമുണ്ടോ ഇല്ലേ എന്നുള്ള സയൻസ് അല്ല ഞാൻ പറയുന്നത്. അത് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുളിരില്ലേ, ഒരു തണുപ്പില്ലേ, ഒരു ദാഹം തീർക്കുന്നില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഇവരെ അബൂബക്കർ സിദ്ദീഖിനോട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാണ്, സുമ്മാ, ശരിക്കും മനസ്സിലായിക്കോളെ, സുമ്മാ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഗീം. ഈ നിഅമത്തിനെ കുറിച്ച് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഈ പച്ചവെള്ളല്ലേ, ഈ ഒരു ഗ്ലാസ് വെള്ളല്ലേ, അതിനെക്കുറിച്ച് റബ്ബ് ചോദിക്കുട്ടോ എന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എന്തായും പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ എന്താണ്? ശരിക്കും നബി ആരാണ്? നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി മനുഷ്യന്റെ അവസ്ഥ ശരിക്കും പഠിച്ച ആളായിരുന്നു റസൂൽ. മനുഷ്യന്റെ പരിമിതികളെ നമ്മളൊക്കെ ഭയങ്കര അഹങ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അത് കഴിയും, ഞങ്ങൾക്ക് ഇത് കഴിയും എന്നൊക്കെ പറയുന്ന നമ്മളുണ്ടല്ലോ, ആ നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഈ വെള്ളം, ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മളിപ്പോ ടോയ്ലറ്റ് കയറി നമുക്ക് വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് കുടിക്കാൻ വെളിച്ചെണ്ണ ചോദിക്കാറില്ല, ഉണ്ടോ? മണ്ണെണ്ണ ചോദിക്കാറുണ്ടോ റേഷൻ കടയിൽ കയറിയിട്ട്? ഇല്ല. അതിനെല്ലാം വ്യത്യസ്തമായ റോളുകളാണ് നിർവഹിക്കാനുള്ളത്. വെള്ളത്തിന് വെള്ളത്തിൻ്റെതായ ഒരു പ്രത്യേകത തന്നെയുണ്ട്. വെള്ളം കാലിൽ ടച്ച് ചെയ്യുന്നതോടുകൂടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നതോടെ അതൊരു പുതുമയുള്ള ഒരു കാര്യമാണ്. ആ വെള്ളത്തിന്റെ സ്ഥാനം ചുറ്റുവോ 2 ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാവുക എന്നതേ ഒരു വലിയ അത്ഭുതമല്ലേ? കാരണം ഹൈഡ്രജനും ഓക്സിജനും എന്താണ്? സ്വയം കത്തുന്ന വാതകമാണൊന്ന്, പക്ഷെ അത് കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അത് രണ്ടും കൂടിച്ചേരുമ്പോൾ വെള്ളമാകുന്ന അത്ഭുതത്തിന്റെ പേര്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. എന്താ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അപ്പൊ ആ വെള്ളത്തെക്കുറിച്ചാണ്. ആ വെള്ളം ഉപയോഗിക്കുന്നതുമായി ചരിത്രത്തിലെ ചില ശ്രദ്ധേയമായ, നിങ്ങൾക്കറിയാം, മലേഷ്യയില് അവിടുത്തെ പണ്ഡിതന്മാര് ഈ പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ടാപ്പ് ഉണ്ടല്ലോ, ആ വാട്ടർ ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് വെള്ളം, നമ്മൾ വർത്താനം പറയും, നമ്മളിങ്ങനെ ഒന്നെടുക്കും, വെള്ളം ഇങ്ങനെ പോവും, നമ്മൾ പല്ല് തേക്കും, അപ്പോഴൊക്കെ നമ്മൾ തുറന്നിടും. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോ ആ വാട്ടർ ടാപ്പ് അതൊരു ശരിയായ വിശ്വാസി ഉപയോഗിക്കേണ്ടതല്ല എന്ന് ചർച്ച നടത്തിയിരിക്കുന്നു ഈ രാഷ്ട്രത്തില്. ഇതിനിങ്ങനെ പ്രസ് ചെയ്യുകയോ കൈ മാത്രം വെക്കുകയോ ചെയ്യുന്ന വെള്ളം കിട്ടുന്ന സംവിധാനം ഉണ്ടല്ലോ, വെള്ളം അമിതമായി ഉപയോഗിക്കാതിരിക്കാനാണ് പണ്ഡിതന്മാരുടെ ചിന്ത. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ കിട്ടുന്നത്, അതിനെ ഇസ്ലാമിക ടാപ്പ് എന്ന് വരെ അവർ വിളിച്ചു. ചർച്ചയെടുക്ക പണ്ഡിത ലോകത്ത്. വെള്ളം അമിതമായി ഉപയോഗിക്കുക, നമ്മൾ എഴുതി വെക്കുന്ന വാചകമാണ്, വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്. ഒരുപാട് വെള്ളമുണ്ട്, മഴക്കാലമാണ്, അപ്പോൾ പോലെ നമുക്ക് അമിതാകാൻ പാടുണ്ടോ? ഒരു കപ്പ് വെള്ളം കൊണ്ട് കുളിച്ചു എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കുഞ്ഞി കുപ്പിയിലെ വെള്ളം കൊണ്ട് നമുക്ക് മനോഹരമായി ഒതെടുക്കാൻ കഴിയും. പക്ഷെ നമ്മളാരും പഠിക്കാറില്ല. ടാപ്പ് തുറന്നിട്ടിട്ട് എന്നിട്ട് നമ്മൾ പറയും ടാങ്കിൽ വെള്ളമില്ല. 1000 ആളുകൾ എടുത്താലും തീരാത്ത വെള്ളം ഉണ്ടായിരുന്നു, തീർന്നു. എങ്ങനെ? ആളുകളോടെ പോയി തുറന്നിട്ടു.
അവിടെയാണ് വെള്ളം എന്ന മഹാനുഗ്രഹം. സഅദ് റളിയല്ലാഹു അൻഹുവിന് വെള്ളം ഉള്ള ആളായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. ഇഷ്ടംപോലെ വെള്ളമുള്ള ആളായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അതേ ഇങ്ങനെ പാത്തി വെച്ചിട്ട്, നമ്മൾ മുളയുടെ പാത്തി ചൈനക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ വെള്ളം വരുത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ചെടികളിലേക്കൊക്കെ പാത്തി വെച്ചിട്ട്, പനയുടെ പാത്തി വെച്ചിട്ട് വെള്ളം വെച്ചിരുന്ന, വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കിയിരുന്ന ഒരു സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹു നല്ല ഉഷ്ണമുള്ള, നല്ല ചൂടുള്ള സന്ദർഭത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത് അമിതമായി എന്ന് തോന്നിയപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഅദ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നത്, മഹാദായ സഅദേ, സഅദേ എന്താ ഇത്? മഹാദായ സഅദേ, എന്താണ് സഅദേ ഇത്? വെള്ളം അമിതമായി ഉപയോഗിക്കുകയോ? അപ്പൊ അദ്ദേഹം ചോദിക്കണം, നബിയെ നല്ല ഉഷ്ണമുള്ള സമയമാണിത്, എനിക്ക് വെള്ളം കൂടുതലുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു പുഴ ഒഴുകുന്നെങ്കിൽ പോലും അതിൽ നിന്ന് കൃത്യ അളവിലെ വെള്ളം എടുക്കാവൂ. പുഴയിലെ വെള്ളമല്ലേ, ഇഷ്ടം പോലല്ലേ, ഞാനോ ഇനി ഒരു 1000 ആളെടുത്താലോ അത് തീരുവോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ ഒരു പുഴ ഒഴുകുന്നെങ്കിൽ പോലും, നിങ്ങളുടെ കിണറിൽ 10ഓ 20ഓ പടവ് വെള്ളമുണ്ടെങ്കിൽ പോലും നിങ്ങൾ അളന്ന് ചിട്ടപ്പെടുത്തി സൂക്ഷിച്ച് അത് ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക. മോഹൻലാൽ പാണ്ഡെ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന, ഗാന്ധിജിയോട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളാണ് മോഹൻലാൽ പാണ്ഡെ. അപ്പൊ അദ്ദേഹം ഗാന്ധിജി കിടക്കുന്ന കട്ടിലിന്റെ ചൂട്ടിൽ ഒരു മൺകൂജയിൽ വെള്ളം, ഗാന്ധിജി, ഞാൻ എത്രയോ സദസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല, ഇത് പറയുമ്പോൾ അത് അറിയാതെ മനസ്സിന്ന് വരും. അപ്പൊ ആ പൂജയിലെ വെള്ളം കണ്ടിട്ട് മോഹൻലാൽ പാണ്ഡെ ചോദിക്കുന്നുണ്ട്, സബർമതി, സബർമതി നിങ്ങളുടെ മുമ്പിലൂടെയല്ലേ ഒഴുകുന്നത്? നിങ്ങളുടെ മുമ്പിലൂടെയല്ലേ സബർമതി ഒഴുകുന്നത്? ഇഷ്ടം പോലെ ഗ്യാലൻ കണക്കിന് വെള്ളം ഒഴുകിപ്പോകുന്നുണ്ടല്ലോ, ആ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? എന്തിനാണ് ഒരു പൂജയിലെ വെള്ളം കൊണ്ട് കുളിക്കുകയും കുടിക്കുകയും അതുകൊണ്ട് തന്നെ പല്ല് തേക്കുകയും എല്ലാ കാര്യത്തിനും അതിനെ ഉപയോഗിക്കുന്ന ഇത്രയും പരിമിതമായ ഇഷ്ടം പോലെ വെള്ളം ഒഴുകിയല്ലേ, മുമ്പിലൂടെ തെളിഞ്ഞ വെള്ളം ഒഴുകിയല്ലേ? അന്ന് ഗാന്ധിജി പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ചര്യ ഞാൻ പാഠമാക്കി എന്ന് മോഹൻലാൽ പാണ്ഡെയോട് പറയുന്നു. അതെന്താണ്? മഹാദായ സഅദേ എന്ന് ചോദിച്ച ആ ചരിത്രം ഗാന്ധിജി വായിക്കുകയാണ്. എന്നിട്ട് ഗാന്ധിജി പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഈ സബർമതി എന്റെ തറവാട്ട് വകയല്ല, ലക്ഷോപലക്ഷം ചെടികൾ ഇതിന്റെ 2 ഭാഗത്തും വളരുന്നുണ്ട്, മരങ്ങൾ വളരുന്നുണ്ട്, അവക്കാവശ്യമായ വെള്ളം ഇതിൽ നിന്ന് അവ സ്വീകരിക്കുന്നുണ്ട്, സാംശീകരിക്കുന്നുണ്ട്. അനേകം മൃഗങ്ങൾ ഈ വെള്ളം കുടിക്കുന്നുണ്ട്, അനേക പക്ഷികൾ ഈ വെള്ളം കുടിക്കുന്നുണ്ട്, അനേകം മനുഷ്യർ ഇത് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യത്തോടുകൂടിയല്ലാതെ സബർമതിയിൽ നിന്നൊരു തുള്ളി വെള്ളം എടുക്കാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളായി ഈ ഖുതുബ കേൾക്കുന്ന നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ഈ കരുതൽ. നമ്മൾ ബക്കറ്റിൽ നിന്നൊരു കപ്പ് വെള്ളം എടുത്തിട്ട് പുറത്തോട്ട് വെക്കുക, ഒരു കപ്പില്, ആ കപ്പിലെ വെള്ളം കൊണ്ട് സൂപ്പറായിട്ട് കുളിക്കും ചെയ്യുക, ഒതെടുക്കും ചെയ്യുക. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയയിലൊക്കെ ചില അറബികൾ ഒതെടുക്കുന്നത് കാണിച്ചു, ഒരു കുഞ്ഞി കുപ്പിയിലെ വെള്ളം കൊണ്ട് മനോഹരമായി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വൃത്തിയുള്ള ഒതെടുക്കാം. 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട് സൂപ്പറായിട്ട് കുളിക്കാം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല, വെള്ളം ഇങ്ങനെ പുറകോട്ട് ഒഴിക്കുക ചെയ്യുക. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെള്ളം എടുത്തൊരു കപ്പിൽ ഇങ്ങനെ തന്റെ ഇവിടെ കുറച്ച് വെള്ളം ഇട്ടും ബാക്കി മുഴുവൻ പുറത്തോട്ട് പോവുകയാണ്. അതല്ല, നിങ്ങൾ ആ കപ്പ് വെറുതെ തലയിൽ കമത്തി വെച്ച് നോക്കിയേ, ആ കപ്പ് ശരീരം മുഴുവനും വെള്ളം ഒഴിക്കുമ്പോൾ കൈകൊണ്ട് എല്ലാ ഭാഗവും തടവി വെക്കുക, വെള്ളം എല്ലാ സ്ഥലത്തും വെക്കുക. എന്നിട്ട് സോപ്പ് തേച്ചിട്ട് 3 കപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 4 കപ്പ് കൊണ്ട് കുളിക്കാൻ പറ്റും. ഞാൻ ഇത് പറയുന്നതിനറിയാം, ലോകത്ത് പഠനങ്ങൾ നടന്നിട്ട് വെള്ളത്തിന് വേണ്ടി ഒരു യുദ്ധം, 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് നിരീക്ഷിക്കുന്ന നിരീക്ഷകന്മാരുണ്ട്. നോം ചോസ്കിയെ പോലെയുള്ള ആളുകൾ പറയുന്ന അമേരിക്ക എഴുത്തുകാരനാണ്, വെള്ളത്തിന് വേണ്ടി ഒരു യുദ്ധത്തിന്റെ കാലം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് നൽകിയ ലോകത്തിലെ ഏറ്റവും വലിയ നിയമത്ത് ഈ വെള്ളം ഇല്ലെങ്കിൽ മനുഷ്യനെന്തിനു പറ്റും? 12% വെള്ളം കുറഞ്ഞാൽ ഡീഹൈഡ്രേഷനാണ്. 82% മനുഷ്യന്റെ കലകളിൽ, കോശങ്ങളിൽ വെള്ളമാണ്. ഈ വെള്ളത്താലാണ് അല്ലാഹു ഒരു ചെടി ഉണങ്ങി നിൽക്കുമ്പോൾ അതിനൊരു വെള്ളം നനച്ചു കൊടുത്താൽ അത് ഉഷാറായി നിൽക്കണം. വളരെ ക്ഷീണിച്ച് അവശരാകുമ്പോൾ നമ്മളൊന്ന് കുളിച്ചാൽ നമുക്കുള്ളൊരു എനർജി ഇല്ലേ? അപ്പോഴൊക്കെ അൽഹംദുലില്ലാ പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം ഓർത്തിട്ട് മനുഷ്യന് കഴിയാത്തതാണത്, മനുഷ്യന് സാധ്യമേയല്ല. വെള്ളം ഖൈറാണ്. വെള്ളത്തെ കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ജലപ്രളയം, നമ്മളിപ്പോ പറയുന്ന മുണ്ടക്കൈ പോലെയുള്ള പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലുകൾ, അതിലൊക്കെ വെള്ളവും കല്ലും അല്ലാഹുവിന്റെ സൃഷ്ടിയും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ വമിൻ ശർരിഹ, നിന്റെ നീ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ വെള്ളം നാട്ടിൽ അമിതമായാലും കുഴപ്പമുണ്ട്, വെള്ളം മാമ്പി കതിറല്ലാതെ പോയാലും കുഴപ്പമുണ്ട്. അപ്പൊ ഈ വെള്ളം നൽകിയതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ, ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമെങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തെക്കുറിച്ച് ഈ ചോദ്യം, നിങ്ങളാണോ അതിറക്കുന്നത്, അതല്ല നാമാണോ? എന്താ മനുഷ്യരെ നിങ്ങൾ ആ വെള്ളത്തിന്റെ പേരിൽ എന്നോട് നന്ദി കാണിക്കാത്തത് എന്നാണ്. സുമ്മല തസ്അലുന്ന
യൗമൈദിൻ അനിൻ നഈം. ഈ പോയിന്റാണ് ഒരു ഭാഗമായിട്ട് എനിക്ക് പറയാം. ഇനി ഒരു ഭാഗം അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എല്ലാവർക്കും അറിയാവുന്ന 100-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനമാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായും ഇൻസാൻ, ലിറബ്ബിഹി, അവന്റെ റബ്ബിനോട്, ലകനൂദ്, നന്ദി കെട്ടവനാണ്. അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു അതിൽ പറയുന്ന കാര്യം എന്താ അറിയോ? അതിന് അവൻ തന്നെ സാക്ഷിയാണ്. വേറൊരാളെ പുറത്തുനിന്ന് സാക്ഷ്യം കൊണ്ടുവരേണ്ടയില്ല. അതിന് അവൻ തന്നെ സാക്ഷിയാണ് എന്നുള്ള പറയാൻ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഈ പോയിന്റ് ശരിക്കും പഠിച്ചു വെച്ചോളി. നന്ദികേടിന്റെ ആധാരമായി എന്താ വരുന്നത്? അള്ളാഹു പറയാണ്, ആ നന്ദികേടിനെ അവൻ തന്നെ, ഞാനെന്ന് പറയുന്ന ഞാൻ തന്നെ സാക്ഷി. എന്താ കാരണം? തീർച്ചയായും അവന് ധനത്തോടുള്ള ഹുബ്ബ് കഠിനമായിരിക്കുന്നു. ദുനിയാവിൽ സമ്പാദിക്കാനുള്ള പരക്കം പാച്ചിൽ. എവിടെ നന്ദി കാണിക്കാൻ നേരം? അവൻ സാക്ഷിയാണ്, ഓടുകയാണ്, കതച്ചുകൊണ്ട് ഓടുകയാണ്. അതുകൊണ്ടാണ് ഹലതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ. നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷെ അത് ദുനിയാവിന് വേണ്ടിയാണ്. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقاء ربهم. നോക്കൂ, 18-ാം അധ്യായമാണ്, സൂറത്ത് കഹ്ഫാണ്. 103, 104, 105. ദുനിയാവിൽ നല്ല പ്രവർത്തിക്കുന്ന ഓടിയാണ്, മുദ്രാവാക്യങ്ങൾ മുഴക്കി, പൊടിയുടെ പിന്നാലെ പോയി, എമ്പാടും അധ്വാനിച്ചു. ദുനിയാവില് ഒരു ജോലി കഴിഞ്ഞ് ഒരു ജോലി കയറി. പക്ഷേ ഹുബ്ബ്, ഈ ധനത്തോടുള്ള അവന്റെ മഹബ്ബത്ത് അവനെ നന്ദി കെട്ടവനാക്കി തീർത്തു. ഇതൊരു കുതിരയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പാരായണം ചെയ്തത്. അള്ളാഹു പറയാണ്, കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് ഈ സത്യം. അങ്ങനെ കുളമ്പ് കല്ലിൽ തട്ടി തീപ്പരി പാറിപ്പിച്ചുകൊണ്ട് പ്രഭാതത്തിൽ അക്രമം നടത്തുന്ന, അതിലൂടെ സൈന്യങ്ങളുടെ നടുവിൽ ചാടി വീണ് ആ വെട്ടേറ്റ് മരിക്കുന്ന കുതിരയില്ലേ, യജമാനൻ നൽകിയ പുല്ലിന്റെ പേരിൽ, വെള്ളത്തിന്റെ പേരിൽ മരിക്കാൻ തയ്യാറായ കുതിരയില്ലേ, നന്ദി കൊണ്ട്. പക്ഷെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി നൽകിയ പടച്ചതമ്പുരാൻ, 1000 വർഷം അരിച്ചാലും തീരാത്ത അത്ഭുതം സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, 1 മിനിറ്റിൽ 72 തവണ മിടിക്കുന്ന ഹൃദയം തന്ന പടച്ചതമ്പുരാൻ, നമുക്ക് വ്യത്യസ്തങ്ങളായ പൾസ് തന്ന് വിവിധ കേന്ദ്രങ്ങളിലേക്ക് അതിനെ ഘടിപ്പിച്ച പടച്ചതമ്പുരാൻ, ആന്തരിക അവയവങ്ങളുടെ ഘടനയെ ഗംഭീരമാക്കിയ പടച്ചതമ്പുരാൻ, അനാട്ടമി, സുവോളജി ഇതെല്ലാം പഠിക്കുന്നതിനിടയിൽ സ്വതന്ത്ര ശാസ്ത്രശാഖകൾ പഠിക്കുമ്പോൾ അത്ഭുതം കൂറുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ, ഈ അത്ഭുതങ്ങളൊക്കെ തന്ന പടച്ചോനെ കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടവരാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാം. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും? അങ്ങേയറ്റത്തെ നന്ദിയുള്ള പടച്ചവനിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ ബനൂ ഇസ്രായേലുകളെ കുറിച്ച് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. സൂറത്ത് ബഖറയുടെ ഏറെക്കുറെ സൂറത്ത് ബഖറയുടെ 48, 49 കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്നതൊക്കെ ബനൂ ഇസ്രായേലുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. 40 മുതൽ ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും. അതിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ, യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി, നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. എന്തൊക്കെ നിഅമത്ത്? മന്ന നൽകി, സെൽവ നൽകി, പച്ചക്കറികൾ നൽകി, അനേക സൗഭാഗ്യങ്ങൾ നൽകി. എന്നിട്ടും നന്ദി കെട്ടവരായി ഈ ഭൂമുഖത്ത് നിങ്ങൾ ബനൂ ഇസ്രായേലുകൾ എന്ന് ജൂതന്മാർ, ആ സമൂഹം, മൂസാ നബിയുടെ ഖൗമ്, ആ ഖൗമിന്റെ ചരിത്രമെങ്ങാനും നമ്മളൊന്ന് വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ആ പ്രവാചകനെ ഇട്ട് വട്ടം കറക്കിയ ഒരു ജനത. എന്നിട്ടും അല്ലാഹു അവരെ പറ്റി പറയുന്നതറിയോ? സുമ്മാ ഫൗനാ അൻകും മിൻ ബഅദി ദാലിക് ലഅല്ലകും തഷ്കുറൂൻ. എന്നിട്ടും അതിനുശേഷം നിങ്ങൾക്ക് നാം മാപ്പ് നൽകി. ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞു, ആ പശുവിനെ അറക്കാനേ അല്ല പറഞ്ഞുള്ളൂ. പക്ഷെ അവർ ചോദിച്ചു, എങ്ങനത്തെ പശു ആവണം, പ്രായത്തിലാവണം, നിറത്തിലാവണം, എന്തിൽ നിന്ന് വ്യത്യസ്തമാകണം. അങ്ങനെ അവർക്കത് ബുദ്ധിമുട്ടായി തീർന്നു. ആകെ കസ്റത്ത് സുവാൽ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദഅൂനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്ത് സുവാലിഹിം വഖ്തിലാഫുഹും മൻ നബിയാഇഹിം. നിങ്ങൾ ഞാൻ ഉപേക്ഷിച്ചതായതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. നിങ്ങൾ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. അനാവശ്യമായ ചോദ്യം ചോദിച്ചൊരു ജനത നശിച്ചു പോയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളും സംഘടനകളെ വരെ പിളർത്തിക്കളഞ്ഞത് അനാവശ്യ ചോദ്യങ്ങളല്ലേ. മലക്കിനെ കുറിച്ച്, ജിന്നിനെ കുറിച്ച് ഇല്ലാത്ത കെട്ടിയുണ്ടാക്കിയ ചോദ്യങ്ങൾ ചോദിച്ച് നോക്കൂ. കസ്റത്ത് സുവാൽ റസൂല പറയുന്നത് ബനൂ ഇസ്രായേലുകൾക്ക് സംഭവിച്ചതാ. എന്നിട്ടും സുമ്മ അഫൗനാ അൻകും മിൻ ബഅദി ദാലിക് ലഅല്ലകും തഷ്കുറൂൻ, നന്ദിയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി
നിങ്ങളുടെ വൻ പാപങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു, എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കാത്തവരായി തീർന്നല്ലോ. മറ്റൊരു വിഷയം പറഞ്ഞുകൊണ്ട് ഖുർആൻ വീണ്ടും സൂറത്ത് ബഖറയിലെ 52 പറയണം, പിന്നീട് നിങ്ങളെ മരണത്തിന് ശേഷം ഞാൻ ജീവിപ്പിച്ചു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. വിശാലമാണ്, ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ബനൂ ഇസ്രായേലിയുടെ എണ്ണീറ്റ് അവിടെ ഒക്കെ അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ എന്ന് എടുത്തെടുത്ത് അല്ലാഹു പറയുന്നുണ്ട്. ഫദ്കുറൂനി, അല്ലാഹു പറയാൻ നോക്കൂ, നിങ്ങൾ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. സൂറത്ത് ബഖറയിലാണ്. നേരത്തെ 52ാമത്തെ വചനമാണ് പറഞ്ഞത്, ഇത് 152ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പറയുന്ന ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിനെ അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ്, സൃഷ്ടികളെ കുറിച്ചല്ല, അല്ലാഹുവിനെ കുറിച്ച്. എങ്കിൽ നിങ്ങളെ ഞാനും ഓർക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലെ, നിങ്ങൾ മുസ്ലിം സമുദായത്തിന് നോക്കൂ, ഔലിയാക്കളുടെ പിന്നാലെ പോവില്ല നമ്മുടെ ഉമ്മത്ത്. അപ്പൊ അള്ളാഹിനെ ഓർക്കുന്നുണ്ടാവോ? ഔലിയാക്കളുടെ ഫളായിൽ പറയാനേ പണ്ഡിതന്മാർക്ക് നേരം തന്നെ ഉള്ളൂ. ഒരു പെട്ടിയെടുത്ത് വെള്ളക്കുപ്പായം തുണിയിട്ട് ഇറങ്ങണ സ്റ്റേജിലേക്ക് പോകണം എന്തിനാണ്? CM ഒരു മുദബ്ബിറിലാരെന്ന് പറയാനാണ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുമോ? അള്ളാഹിനെ കുറിച്ചായിരിക്കും അവർക്ക് ഓർമ്മ ഉണ്ടാവുക. അള്ളാഹിനെ കുറിച്ച് പറയാനാണോ പോണത്? അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക. അതുകൊണ്ട് എന്നെ കുറിച്ച് പറയൂ, അവരാകുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ എന്ന് അള്ളാഹു 41-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകരെയാകുന്നു എന്നുള്ള ഖുർആനിൽ പറയും. പക്ഷെ അത് പ്രസംഗിക്കാൻ ആൾ കുറവല്ലേ ലോകത്ത്? അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് ക്ഷണിക്കാൻ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് മാനവതയെ ക്ഷണിക്കാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാണ്, വഷ്കുറൂലി വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങളോട് ഞാനും നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് എന്ന് അല്ലാഹു പറയാണ് സൂറത്ത് ബഖറയിൽ. അപ്പൊ ഇത്രയും ഖുർആനിക വചനം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉദ്ധരിച്ച ഖുർആനിക വചനങ്ങൾ, ഈ ആഴ്ച നമ്മൾ ഉദ്ധരിച്ച ഖുർആനിക വചനങ്ങൾ, ഈ 2 ഖുത്ബ കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഖുർആനിന്റെ വചനങ്ങൾ കിട്ടും. ഇത്രേ അതിനെക്കുറിച്ച് ഖുർആനിലുള്ളൂ എന്നല്ല, ഇത്രയൊക്കെ ഒരുപാട്, ഇതിന്റെ എത്രയോ ഇരട്ടി ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഖുർആനിക വചനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പടച്ചവൻ നൽകിയ ഓരോന്നിനെ കുറിച്ചും, ഒരു നഖത്തെക്കുറിച്ച് പോലും നോക്കൂ, ഒരു നഖം കയറ്റി വെട്ടിയാലുള്ളൊരു വേദന എന്താണ്? പേന പിടിക്കാൻ കഴിയില്ല. ഇനി ഈ നഖം വളർന്നിട്ട് പല്ല് പോലെ ഒരു നിശ്ചിത അളവിൽ മാത്രം ഉണ്ടാവുകയും നഖം പറഞ്ഞു പോയാൽ പിന്നെ നഖം വരൂലെങ്കിൽ ആ വിരൽ കൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാവില്ല. ഭയങ്കര പെയിനായിരിക്കും നമുക്ക്. അവിടെയൊക്കെ അല്ലാഹു നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ലാലിമുകളാകരുത്, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണം എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോട് പറയും. ആ നിലക്ക് വെള്ളം കുടിക്കുമ്പോഴും അല്ലാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോഴും, ഒരു വാഹനം, വീട്ടിലേക്കൊരു വഴി, അതുപോലും നമുക്ക് അനുഗ്രഹമല്ലേ? നമ്മുടെ ഒരു വാഹനം നമ്മുടെ വീട്ടിന്റെ മുറ്റത്തെത്തും, നമ്മുടെ കോണിപ്പടി വരെ എത്തും, ഉമ്മാൻ അതിലേക്ക് മെല്ലെ എടുത്തു വെക്കാം. ഒരു നിയമത്തല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കിണർ നിറയെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ വീട്ടിൽ തറവാട്ടിലൊരു കിണറുണ്ട്. ഒരു 40 കൊല്ലമായ ആ കിണർ, 4 കുടുംബങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു കുറവും വന്നിട്ടില്ല. അതിങ്ങനെ ഒരു ബക്കറ്റ് കോരുമ്പോൾ ഒരു ബക്കറ്റ് നിറയുന്നത് നമുക്ക് അപ്പം തന്നെ കാണാം. അത്രയും ഉറവുള്ളൊരു കിണർ. എത്ര നന്ദി കാണിക്കണം! 40 വർഷമായി 4 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കിണർ. അത് കണ്ണുകൊണ്ട് കണ്ട് നിറഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എന്താ അറിയോ? സൂറത്ത് മുൽക്കിലെ 30-ാമത്തെ വചനം, സൂറത്ത് മുൽക്കിൽ 30 വചനമേ ഉള്ളൂ. ആ വചനം പറയുന്നത്, മാഉക്കും ഗൗറ, ഈ ഉറവ് ജലത്തെ ഞാൻ വറ്റിച്ചാൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? കിണറുകൾ കുഴിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ തന്നെ 4-5 കിണർ കുഴിക്കുന്ന ചരിത്രം എനിക്കറിയാം. വെള്ളമില്ല. പക്ഷെ അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കിണറിലെ വെള്ളത്തിന്റെ ഉറവ ഞാൻ വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്കാര് കൊണ്ടുവന്ന് തരും? ആ ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം വേണ്ടേ? അത് ഞങ്ങളുടെ യുക്തിവാദി നേതാവ് കൊണ്ടുതരുന്നു പറയാൻ പറ്റുമോ? അല്ല, പടച്ച തമ്പുരാൻ ഇടപെടുന്ന മേഖലകളാണ്. നമുക്കാർക്കും അതിലൊരു പങ്കും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ആലോചിക്കേണ്ടത്, എന്റെ ഹൃദയം നന്ദിയുള്ള ഹൃദയമാണോ? എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? ഈ ബോധ്യമാണ് 2 ഖുത്ബയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഫലപ്രദമായെങ്കിൽ റബ്ബിനെ സ്തുതി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ 10-ാം തീയതി ഞായറാഴ്ച
7:15 മഗ്‌രിബിന് ശേഷം മജ്ലിസുൽ ഇൽം എന്ന പേരിൽ നമ്മുടെ ഈ മസ്ജിദിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി, വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. ആധികാരികമായി കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു പണ്ഡിതനാണ്. ഇസ്ലാമിലെ സ്ത്രീ എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റ്, അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളുള്ള ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യവാദികളൊക്കെ പറയുന്ന പല കാര്യങ്ങളും അത് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ്. അപ്പൊ സ്ത്രീകള് ഈ വിഷയം മാക്സിമം സ്ത്രീകളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിൽ ഞായറാഴ്ച 10-ാം തീയതി 7:15 മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ഈ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുക. അതോടൊപ്പം അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരവും ഉണ്ടാവും. അപ്പൊ അത് നല്ലൊരു സമയമാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ. അങ്ങനെയാണ് ഇപ്പം എല്ലാവർക്കും അറബി കോളേജിൽ പോയിട്ടൊന്നും പഠിക്കാൻ കഴിയില്ലല്ലോ. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയെ പോലെയുള്ള വളരെ ഇരുത്തം വന്ന ഒരു പണ്ഡിതനിൽ നിന്ന് വളരെ ആധികാരികമായി ചിന്തിച്ച് പഠിച്ച് ഉൾക്കൊണ്ട് ഉറപ്പ് വരുത്തി പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക്, എന്റെ ഗുരുനാഥനും കൂടിയാണ്, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ നിലക്ക് അതിനെ മുഖവിലക്കെടുത്ത് ആ കാര്യത്തിൽ നമുക്ക് സംശയം ചോദിക്കാനുള്ള അവസരം വരെ നമുക്കുണ്ട് എന്നർത്ഥം. രണ്ടാമതായി പറയാനുള്ളത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ട് എല്ലാ വെള്ളിയാഴ്ച എടുക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ചാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, നമ്മൾക്ക് വേണ്ടിയാണ് ഇതെല്ലാ സൗകര്യങ്ങളും എന്ന് നമ്മൾ ഓർക്കണം. അതിനനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യണം. മൂന്നാമതായ ഒരു കാര്യം, എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, അവർക്ക് മേൽക്കൂരയൊക്കെ ഈ മഴയത്ത് പാറിപ്പോവുകയും നശിച്ചുപോവുകയൊക്കെ ചെയ്തിട്ട് അവർക്കൊരു റൂമിന്റെ അസാന്നിധ്യം, ഒരു നല്ല അടച്ചുറപ്പുള്ള റൂമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുടെ വീടിന് വേണ്ടി നിങ്ങൾ കാര്യമായി ഒരു റൂമും ഒരു ടോയ്ലറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടി അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണോ, ഒരു റൂമാവുക, ഒരു ടോയ്ലറ്റ് ആവുക, ഒരു 3 ലക്ഷം രൂപ ആണ് അതിന് വേണ്ടി വരിക എന്നാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന അതിന് ഓരോന്നിനും ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ തരാൻ തയ്യാറാണെങ്കിൽ ആ 3 ലക്ഷം വളരെ ലഘുവായി തന്നെ നമുക്ക് ഇവിടുന്ന് പിരിച്ചെടുക്കാൻ കഴിയും. സ്ത്രീകൾക്കും അതിൽ പങ്കാളികളാവാം. നോക്കൂ, നമ്മൾ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ AC ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കിടക്കുമ്പോൾ അതൊന്നുമില്ലാത്ത ഒരു മഴ പെയ്യുമ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ മേൽക്കൂര പാറിപ്പോകുമല്ലോ റബ്ബേ, ഞാനും എന്റെ പൊടിമക്കളും എന്താക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരിയുടെ വേദന അതറിയണമെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് ആ വേദന മനസ്സിലാവും. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഓരോരുത്തരും, സാധാരണ ബക്കറ്റിൽ നമ്മൾ 10 രൂപ 100 രൂപ അതെല്ലാം പറയും. ഓരോരുത്തർ വന്നിട്ട് കഴിവുള്ള ആളുകൾ ഒരു 25,000 ഞാൻ തരും ഉസ്താദെ കാര്യത്തിൽ, ഇവിടുത്തെ കമ്മിറ്റിനെ കണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു 50 ഞാൻ തരും എന്ന് പറയാൻ പറ്റിയവർ ഇവിടെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഈ പള്ളിയിൽ ഉണ്ടാവും. വിചാരിച്ചാൽ ഒരു കുടുംബത്തിന് ഒരു വീടല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്, നമ്മൾ ഒരു റൂമും ഒരു ടോയ്ലറ്റുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളൊക്കെ ഉദാരമായി തന്നെ അതിലേക്ക് സംഭാവന ചെയ്യുക. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.